ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ട്വിസ്റ്റിന്റെ ബാലൻസ് കൂടി പറഞ്ഞ് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് നമ്മൾ സൈറ്റിൽ കയറിയിട്ട്, സൈറ്റിന്റെ പേര് ഞാൻ പറയുന്നില്ല, സൈറ്റിൽ കയറിയിട്ട് നമ്മൾ വാഗമണിലെ റിസോർട്ട്സ് ആണ് നോക്കിയത്. അപ്പോൾ അതിലാദ്യം വന്നത് നമ്മുടെ ഈ റിസോർട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളത് ബുക്ക് ചെയ്തു, എല്ലാം ചെയ്ത് നമ്മൾ ലൊക്കേഷൻ ഇട്ട് പോയി 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 അപ്പോഴും നമ്മൾ റിസോർട്ടിലുള്ളവർ വിളിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി വാഗമണ്ണും കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലാണെങ്കിലും സംഭവം എന്തായാലും സെറ്റായിരുന്നു കേട്ടോ. വിചാരിച്ച പോലെ തന്നെ നല്ലൊരു റിസോർട്ടായിരുന്നു, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തി, കുറച്ച് നേരം ഒന്ന് മയങ്ങി എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. നല്ല റിവർ സൈഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്ത് ഇറങ്ങി ഒരു കോഫിയൊക്കെ ഇട്ടു, പയ്യെ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം പുറത്ത് അങ്ങനെ നമ്മൾ ഇരിക്കുകയാണ്. അവിടെ ഇങ്ങനെ വേറെ സ്റ്റാഫോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതായത് ഓണേഴ്സ് തന്നെയാണ് അത് നോക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഫുഡൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ അവർ നമുക്ക് പുറത്തുനിന്ന് എത്തിച്ചു തരും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയി കഴിക്കാം കേട്ടോ. പിന്നെ പുറത്ത് പോയി പിന്നെയും കഴിക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയും ട്രാവൽ ചെയ്തിട്ടാണല്ലോ നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ പുറത്ത് പോകാൻ ഭയങ്കര മടി, അതും കുറച്ചധികം ദൂരം പുറത്തേക്ക് പോവുകയും വേണം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അതിൽ കൂടെയൊക്കെ നടന്നു, കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി, കുറച്ച് അങ്ങനെയൊക്കെ നടന്നിട്ട് ലാസ്റ്റ് രാത്രി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ രാത്രി നമ്മൾ ഫുഡ് കഴിച്ചത് ഒരു കപ്പ് ബിരിയാണിയും പൊറോട്ടയാണ് കഴിച്ചത്. ഇതും കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഇട്ടുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. രാവിലെ തന്നെ വെയിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും റെഡിയായി, നമുക്കൊന്ന് തിരിച്ചിറങ്ങണമല്ലോ. ഇനി ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടേ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ. കുഞ്ഞുണ്ട്, കുഞ്ഞവിടെ ഇങ്ങനെ ഓടി കിടക്കുകയാണ്. കുഞ്ഞിനിങ്ങനെ എവിടെയെങ്കിലും പോണത് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് നേരം ട്രാവൽ ചെയ്യാനൊന്നും ആൾക്ക് ഇഷ്ടമല്ല, പക്ഷെ എവിടെയെങ്കിലുമൊക്കെ പോകണം. കുറച്ച് നേരം വണ്ടിയിൽ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ആൾ ചോദിക്കാൻ തുടങ്ങും, എവിടെ എത്താറായോ എന്നിട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക്, അതായത് നമ്മുടെ റിസോർട്ട് കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അവിടുന്ന് താഴത്തോട്ട് ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെ ഒരു പള്ളി കൂടി അവിടെ ഉണ്ട്. പള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ പള്ളിയിലെ പെരുന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് കുഞ്ഞിനൊന്ന് അവിടെ നിന്ന് എന്തെങ്കിലും ചെറിയ 2 ടോയ്സ് കൂടി വാങ്ങിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇനി എന്തായാലും ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ പോകണം, ട്രാവൽ ചെയ്യണം. അപ്പോൾ ആള് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബഹളം തുടങ്ങും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് അതൊക്കെ വെച്ചിട്ട് ആള് അങ്ങനെ ഇരുന്നോളും. അത് കാരണം നമ്മൾ 2 ടോയ്സ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയില്ല കേട്ടോ. കാര്യം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ ഇറങ്ങില്ല. ചെറിയ എന്തോ ഒരു മടി പോലെ. നമ്മൾ തിരിച്ചിറങ്ങുന്ന ടൈമിൽ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ഒരു മഴ വരാൻ പോകുന്ന പോലെ കേട്ടോ. പക്ഷെ മഴയൊന്നും പെയ്തില്ലായിരുന്നു. അങ്ങനെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റിയൊരു ക്ലൈമറ്റ്. അങ്ങനെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്ന് നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ്. അതായത് മലയാറ്റൂരാണ് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ടോ. അവിടെ വന്നപ്പോഴത്തേനും കുഞ്ഞു വന്നപ്പോൾ തന്നെ നേരത്തെ വാങ്ങിയ ടോയ്സ് ആണ് എടുത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾ ഷൂട്ടർ ആയതുകൊണ്ട് തന്നെ വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങളത് എടുക്കാൻ സമ്മതിച്ചില്ല. ഇനി അവിടെയൊക്കെ ആകെ ഇതാവുമല്ലോ എന്ന് ഓർത്തിട്ട് വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് എന്തായാലും ഒരു ഫിലിമിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ 2 കസിൻസ് കൂടി ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഫിലിമിന് ഇറങ്ങി. ഒരു 7 മണിയുടെ ഷോയ്ക്കായിരുന്നു കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 6:45 കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പം ഈ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് ഫിലിമിനായിരുന്നു പോയിരുന്നത് കേട്ടോ. ബൈ ദ ബൈ, ഇത് ലാസ്റ്റ് മന്തിലെ വീഡിയോ ആണെന്നും കൂടി ഓർക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പെൻഡിങ് വീഡിയോസ് ഒന്നുമില്ല, എല്ലാം ഇതോടുകൂടി ഞാൻ തീർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി, എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ മോർണിംഗ് ആയി. നമ്മൾ തിരിച്ച് നമ്മുടെ ഓഫീസിൽ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങുന്ന സീനാണ് കാണുന്നത്. അപ്പം അച്ഛനും അമ്മയും പറയുന്നുണ്ട്, വീഡിയോ എടുക്കാണോ എന്ന് ചോദിക്കുകയാണ്.